friends, today I am presenting this video is about exempt income. Income that is non-taxable is called as exempt income. Such income shall not enter into the computation of taxable income. ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ലാത്ത ഇൻകത്തിനെയാണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഇൻകംസിനെയാണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത്? അണ്ടർ സെക്ഷൻ 10 കീഴിലാണ്. അതിൻ്റെ കീഴിൽ തന്നിരിക്കുന്ന സബ്സെക്ഷൻസിലാണ് എന്തൊക്കെയാണ് ഇൻകത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന സബ്സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. There are several accepted income. Now I am going to discuss about 3 of them. Section 10(4), second one Section 10(4)(b), third one Section 10(6)(a). First one Section 10(4), interest income of non-resident. This section is further divided into two, Section 10(4)(1) and Section 10(4)(2). First one Section 10(4)(1), interest on specified securities or bonds including premium on redemption of such bond. ചില സ്പെസിഫൈഡ് സെക്യൂരിറ്റീസിൻ്റെ അതുപോലെ ചില സ്പെസിഫൈഡ് ബൗണ്ട്സിൻ്റെ മേൽ ഒരു നോൺ റെസിഡൻറ്റിന് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻകം എക്സെപ്റ്റഡ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഗവൺമെൻറ് നോൺ റെസിഡൻറ്റിന് സ്പെസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബൗണ്ട്സ് സെക്യൂരിറ്റീസ് ഒക്കെ ആയിരിക്കും അത്. അപ്പോൾ അതിൻ്റെ മേലെ എന്തെങ്കിലും ഇൻകം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 10(4)(2), ഇൻട്രസ്റ്റ് ഓൺ NRI അക്കൗണ്ട് എനി ബാങ്ക് ഇൻ ഇന്ത്യ. ഒരു നോൺ റെസിഡൻറ്റിന് ഓപ്പൺ ആക്കാൻ പറ്റുന്ന അക്കൗണ്ടാണ് NRI അക്കൗണ്ട്. ബാങ്കിൽ ഓപ്പൺ ആക്കാൻ പറ്റുന്ന അക്കൗണ്ടാണ് NRI അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിൽ നിന്ന് ഒരു നോൺ റെസിഡൻറ്റിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഏതൊരു ബാങ്കിലും NRI അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആസ് പെർ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 പ്രകാരം. നെക്സ്റ്റ് സബ്സെക്ഷനാണ് സെക്ഷൻ 10(4)(b), ഇൻട്രസ്റ്റ് നോട്ടിഫൈഡ് സേവിങ് സർട്ടിഫിക്കറ്റ്. സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സേവിങ് സർട്ടിഫിക്കറ്റ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു നോൺ റെസിഡൻ്റായ ഒരു ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ പേഴ്സണോ ഇന്ത്യൻ ഒറിജിനോ ആയ ഒരു ഇൻഡിവിജ്വലിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻകം എക്സെപ്റ്റഡ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ഈ നോട്ടിഫൈഡ് സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സേവിങ് ബോണ്ട്സ് ആണ്. അതുപോലെ ഈ സേവിങ് സർട്ടിഫിക്കറ്റ്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈഡ് ചെയ്തിരിക്കണം. അതോടൊപ്പം the individual should invest in such certificates in foreign currency or foreign exchange specified in the Foreign Exchange Act 1973. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സെക്യൂരിറ്റീസൊക്കെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 2002 ജൂൺ 1 അതിനു ശേഷമോ ആണെങ്കിൽ ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ 1 ജൂൺ 2002 ദ എക്സംപ്ഷൻ വുഡ് നോട്ട് ബി അലൗഡ്. എക്സംപ്ഷൻ ലഭിക്കില്ല. ദ ഇൻട്രസ്റ്റ് ഇൻകം വുഡ് ബി ഫുള്ളി ടാക്സിബിൾ. ഫുൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരും. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 10(6)(a), ടാക്സ് പെയ്ഡ് ബൈ ഗവൺമെൻറ് ഓർ ഇന്ത്യ. ഇപ്പോൾ ഒരു ഫോറിൻ കമ്പനി എന്തെങ്കിലും ടെക്നിക്കൽ സർവീസ് സ്റ്റേറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനിക്കോ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫോറിൻ കമ്പനി പ്രൊവൈഡ് ചെയ്ത സർവീസിന് പകരമായിട്ട് അവർക്കൊരു ഇൻകം റിസീവ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് റോയാലിറ്റി ഓർ ഫീസ്. അതോടൊപ്പം ഈ ടെക്നിക്കൽ സർവീസിന് പകരമായിട്ട് ഗവൺമെൻറ് ഓഫ് ദ കമ്പനി ടാക്സ് പേ ചെയ്യണം. ദിസ് ടാക്സ് പേയ്മെൻറ്റ് വുഡ് ബി എക്സെപ്റ്റ് ഫ്രം ടാക്സ്. ഈ ടാക്സ് പേയ്മെൻറ്റ് എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, എക്സെപ്റ്റഡ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അതേപോലെ ഈ ജൂൺ 1, 2002 മുമ്പ് മെയ്ഡ് ചെയ്ത എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫോറിൻ കമ്പനി ഈ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇന്ത്യൻ കമ്പനിക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റിനോ ഗവൺമെൻറ്റിനോ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ എഗ്രിമെൻറ്റ് പ്രകാരമാണ്. അതേപോലെ ഈ എഗ്രിമെൻറ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തതാണ്. അതോടൊപ്പം ഈ എഗ്രിമെൻറ്റ് കമ്പൽസ് വിത്ത് ദ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് ദ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ പോളിസിയുമായി ഈ എഗ്രിമെൻറ്റ് കമ്പൽസും ചെയ്യുന്നുണ്ട്. ഈ 3 സബ്സെക്ഷൻസാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. സെക്ഷൻ 10(4), സെക്കൻഡ് വൺ Section 10(4)(b), തേർഡ് വൺ Section 10(6)(a). താങ്ക് യു.